കൂട്ടുകാരെല്ലാവരും ആമയെ കണ്ടിട്ടുണ്ടോ? ആമയെ കാണാത്ത കൂട്ടുകാരുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇഷ്ടമാണോ നിങ്ങൾക്ക് ആമയെ? എങ്കിൽ ഇന്ന് നമുക്ക് ആമയുടെ ഒരു കഥ കേട്ടാലോ? പണ്ട് കാട്ടിൽ വെച്ച് ഒരു പ്രത്യേക ദിവസം ദൈവം കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ഒരു വിശേഷ സദ്യ ഒരുക്കിയിരുന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ദൈവം പ്രത്യേകം ക്ഷണിച്ചു. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. പക്ഷേ ആമ മാത്രം സദ്യയിൽ പങ്കെടുത്തില്ല. താൻ ഒരുക്കിയ സദ്യയിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാതെ ആമ മാത്രം വിട്ടുനിന്നത് ദൈവം പ്രത്യേകം ശ്രദ്ധിച്ചു. ആമ വരാതിരുന്നതിന്റെ കാരണം ദൈവത്തിന് മനസ്സിലായില്ല. പിറ്റേ ദിവസം ദൈവം ആമയുടെ മുൻപിലെത്തി ചോദിച്ചു, "നീ എന്താണ് ഇന്നലെ സദ്യയിൽ പങ്കെടുക്കാതിരുന്നത്?" അപ്പോൾ ആമ മറുപടി പറഞ്ഞു, "അവനവന്റെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ സന്തോഷം നൽകുന്നതായി വേറെന്താണുള്ളത്?" കുഴിമടിയനായ ആമ മറുപടി നൽകി. ആമയുടെ മടിയും അഹങ്കാരം നിറഞ്ഞ വാക്കുകളും ദൈവത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യം വന്ന ദൈവം ആമയ്ക്ക് ഒരു ശാപം കൊടുത്തു. ആമയ്ക്ക് പറ്റിയ ശാപമായിരുന്നു ദൈവം കൊടുത്തത്. സ്വന്തം വീടിനെ ചൊല്ലി അഹങ്കരിക്കുന്ന നീ ഇനി മുതൽ എന്നും ആ വീടും മുതുകിൽ ചുമന്നുകൊണ്ട് നടക്കാനിടയാകട്ടെ. അങ്ങനെ ആമയ്ക്ക് ആ ശാപമേറ്റു. അങ്ങനെയാണ് ആമയുടെ വീട് ആമയുടെ ശരീരത്തിന് മുകളിൽ ഉറച്ചുപോയത്. അതാണത്രേ ആമയുടെ കട്ടിയുള്ള പുറംതോടിന് കാരണം.